ഇന്നലെ അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മുങ്ങി കേട്ടോ. ഞാനും കുഞ്ചൂസും ദൂരെയാണ്. ഞങ്ങൾ രണ്ടുപേരോടെ ഈ പുറയിലെ സീറ്റിലാണ് കേട്ടോ കിടന്നത്. ഇവിടെയാണ് കിടന്നത്. വിയാലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് അച്ഛനും മക്കളും ഭാര്യ അതാണ്ട് ആയി കാണിക്കുന്നു. സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെവിടെ പോവാ? കല്യാണത്തിന് പോവാ. ആരുടെ കല്യാണത്തിന് പോവാ? കുഞ്ചിയുടെ കുഞ്ചിയുടെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോവാ. ഹായ് പറഞ്ഞു അവളെ മൈൻഡ് ചെയ്യാതിരുന്നാലും പ്രശ്നമാണ്. അതുപോലെ ഇപ്പൊ ഡ്രസ്സിൽ അപ്പത്തേക്കും കോൺസെൻട്രേഷൻ വരും, അപ്പത്തേക്കും ദേഷ്യം വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കുഞ്ചൂസിന്റെ ചേച്ചിയാണ്, അതായത് കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി തുടങ്ങാണ്. മോനെ ഇത്തിരി പുറകോട്ട് ഇങ്ങോട്ട് വരും മോനെ. ഓക്കെ, അപ്പൊ നമ്മള് താമസിച്ചു പോയി. നമ്മള് ഇന്നലെ രാത്രി ചിറ്റാമിക്ക് ചെറിയ വയ്യാടി, അപ്പൊ ഹോസ്പിറ്റലിലാവും. ശരി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് കുഴപ്പമൊന്നുമില്ല, നടുവേനയൊക്കെ ആയിരുന്നു ചിറ്റാമയ്ക്ക്. അപ്പം നമ്മൾ എണീറ്റപ്പോഴേക്ക് ഇത്തിരി താമസിച്ചു പോയി. ഇപ്പൊ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിയത്തില്ല. ഇവള് രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ പൂരിയൊക്കെ കഴിച്ചല്ലേ വരെ നിറച്ച്. എപ്പോഴാണ് ഇനിയിപ്പോ ചോറുണ്ടല്ലോ, അവള് ഇവള് കഴിച്ചിട്ടില്ല എന്നല്ലേ. അതെ, അതിനിടെ ഞങ്ങള് കടയിൽ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇവിടെ പണിക്കാർ വന്നിരിക്കായിരുന്നു, താക്കോല് കൊണ്ട് കൊടുത്തിട്ട് ഓടി വന്നതാണ്. നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ചേച്ചിക്ക്. അതിനിടയ്ക്ക് എന്നെ മോനെ ഇത് അവിടെ കൊടുക്കണ്ടല്ലോ? അല്ല, ഇപ്പൊ വേണ്ടല്ലോ. അതിനാ ഊരണ്ട. അപ്പൊ നമുക്ക് നേരെ കല്യാണത്തിന് അങ്ങോട്ട് പോകാം കേട്ടോ. യെസ്, എന്താ പൊയ്യോ ബട്ടർഫ്ലൈ ഒക്കെ തലേ അമ്മ ചേച്ചിയുടെ തലയെ കണ്ടോ? നീ എന്നെ വഴി എന്നെ അമ്മ ചേച്ചിയുടെ തലേ ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ കാണുന്നുണ്ടോ? എച്ചിമിക്ക് അങ്ങോട്ട് ഇപ്പഴാ മോൻ കഴിഞ്ഞു. എച്ചിമി എങ്ങനെ എലി പ്രാർത്ഥിക്കുന്നേ? എലി എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഇങ്ങോട്ട് വെച്ചിക്ക. എലി പ്രാർത്ഥിക്കുന്ന കാഞ്ചത്തെ കാച്ചു നോക്ക്. ഇങ്ങനെ അമ്മ നോക്ക്, ഇങ്ങനെ പറ്റിച്ചേ. കാക്കി കുഞ്ഞി കറിയുന്നു. കാക്കി കൂടെ വിടെ അപ്പം കൊടുക്കണോ? എത്തിയേ കാക്കി കൂടെ ഇവിടെ കൂട്ടിനകത്ത് കുഞ്ഞ് ഉണ്ടോ? കുഞ്ഞ് കരയുന്നു. തീറ്റ കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? ആമി കൊടുക്കാതില്ല. ആമി ഇന്ന് ചോറുണ്ണത്തില്ലേ? സദ്യ ഇന്ന് കഴിക്കത്തില്ലേ ചോറ്? ചേച്ചിയുടെ കല്യാണത്തിന് പോവല്ലോ, അപ്പൊ നമ്മള് ചോറ് കൊണ്ടുവല്ലോ. അമ്മയുടെ അടുത്ത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു, മോൻ പറഞ്ഞ നാളെ കല്യാണത്തിന് പോകുമ്പോ മോൻ ചോറ് ഉണ്ടോന്നല്ലേ പറഞ്ഞ അമ്മയോട്. ഉടനെ അമ്മയുടെ അടുത്ത് പോയി പറയാണ്, പോടി ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന്. അമ്മ ഇപ്പൊ എന്നോട് ഇറക്കി പറയാ, പോടി ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. അമ്മ ചുമ്മാ ഇറങ്ങി നോക്കി നിങ്ങളെന്തെങ്കിലും കഴിക്കുമെന്ന് അറിയാം. അത് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാം. ആർക്കാ കൊടുക്കുന്നേ? ആര് ചേച്ചിക്ക്? വിഷ്ണു ചേട്ടൻ. ആര് ചേച്ചി? കുഞ്ചിയുടെ ബർത്ത്ഡേക്ക് എന്നെ കൊച്ചെനിക്ക് ഉമ്മയൊക്കെ തന്നായിരുന്നു, എന്നെ വിഷൊക്കെ ചെയ്തല്ലേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ചൂര്. മോന്റെ ബർത്ത്ഡേ എന്നാ? എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ എന്നുണ്ട് 26-ാം തീയതി. മോൻ എടുത്ത് 26-ാം തീയതി എന്റെ ആമിക്കുട്ടിന്റെ ബർത്ത്ഡേ, 3ാമത്തെ ബർത്ത്ഡേ. ചുറ്റിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. ചുറ്റിയുടെ ബർത്ത്ഡേ പറ്റി നടത്തിയില്ലല്ലോ. ചുറ്റി സങ്കടം ഉണ്ടോ? പ്രിൻസസിന്റെ ഉടുപ്പ ആന്റി അയച്ച ഉടുപ്പ നല്ല
അന്ന് ആമിക്കൂട്ടൻ എന്നോ ഉണ്ട് അല്ല 6-7 മാസം കൊണ്ട് ഉള്ളു. അന്ന് ഇത്രയും വലിയ ഉടുപ്പ് വന്നു. ആമി കുഞ്ചിയുടെ വയറ്റിൽ കന്നിട്ട് ഇങ്ങനെ കീന്ന് കരഞ്ഞില്ലേ, അതാ പറയുന്നത്. കുഞ്ച് ഞാൻ കഴിക്കുന്ന ബിരിയാണി എല്ലാം വയറിൽ തിന്നു. ആണോ? ജ്യൂസ് തിന്നു. എന്നിട്ട് ഇറങ്ങി വന്ന ആമിക്കൂട്ടൻ വയറിന്ന്. എന്നിട്ട് ഇത്രയും വലുതായല്ലേ? ഇവളും കിടന്നാണ് അത് കഴിഞ്ഞല്ലേ? അവൾക്ക് ഉറക്കം വരും അമ്മനെ. അവള് നേരത്തെ എണീറ്റില്ലേ? നേരത്തെ ഭയങ്കര നേരത്തെ എണീറ്റില്ലേ? അപ്പനെ മോളോട് കെട്ടിപ്പിടിച്ചിട കിടന്ന് ഉറങ്ങുമായിരുന്നു. കെട്ടിപ്പിടിക്കാനേ പറ്റില്ല. അമ്മച്ചി അമ്മളോട് കിടക്കത്തേ ഇല്ല. അമ്മച്ചിന് ഇഷ്ടമില്ല ഇപ്പൊ അപ്പൂച്ചേനെ. ഉണ്ടോടി? ഇട്ടുണ്ടോടി? ഒത്തിരി ഇട്ടുണ്ടോ? ആണോ? എന്നാ വലുതാകുമ്പോ അപ്പൂച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നേ? ആ മേടിക്കും. ചട്ടും മുട്ടായി പാണ്ടെല്ലാം വാങ്ങിച്ചു തരുവോടാ അപ്പൂച്ചെ? ചട്ടും പാൻ ഡോക്ടറായി സ്കൂളിൽ പോയി ഡോക്ടറായി തരും. എച്ചൂട്ടിക്ക് എന്നാ കൊടുക്കുന്നേ? എന്റെ മുഖത്ത് നിങ്ങൾ ഭയങ്കര സന്തോഷം കാണുന്നുണ്ടായിരിക്കും. കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഐശ്വര്യ. ഐശ്വര്യ എന്നാണ് കേട്ടോ. അപ്പം ഐശ്വര്യയുടെ ചേച്ചിയുടെ കല്യാണമാണ്. ആര് ചേച്ചി ഞങ്ങള് പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ടാണെങ്കിലും എല്ലാവരും അച്ഛനമ്മ എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു അടുപ്പമായിരുന്നു. അവൾ എന്നോടും ഭയങ്കര അടുപ്പമായിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ഐശ്വര്യ. അപ്പം 10 കഴിഞ്ഞ് പിന്നെ ഐശ്വര്യമായിട്ട് ഒരു +1 +2 വരെ ഭയങ്കര ഇതില്ല. കാരണം അവള് വേറെ സ്കൂളിലൊക്കെ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണാൻ പറ്റൊന്നുമില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ പിണക്കങ്ങളും ഇടക്കങ്ങളും ഒക്കെ ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം ഒരു 8 വർഷം എങ്ങാണ്ട് കഴിഞ്ഞെന്ന് തോന്നി എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ കണ്ടിട്ട് 6 വർഷം കഴിഞ്ഞില്ലേ? അപ്പോൾ ഒരു 8 വർഷം എന്തായാലും മിനിമം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും നാള് കൂടിയിരുന്നവള് എൻ്റെ അടുത്ത് വന്നു, കടയിൽ വന്ന് എന്നെ കാണാനും പറ്റാഞ്ഞിട്ട് കൊച്ചിനോട് പറഞ്ഞിട്ട് പോയി, വരാന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. പക്ഷെ ഞങ്ങൾ തിരിച്ചൊരു 10-15 മിനിറ്റ് നമ്മൾ കടയിലോട്ട് വന്നു. അപ്പൻ്റെ വണ്ടി കിടക്കുന്ന കണ്ടിട്ട് ഓടി പെട്ടെന്ന് വന്ന് കടയിൽ വന്ന് കല്യാണം വന്ന് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് കൂട്ടുകാരുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അല്ലേ എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെൻ്റെ തിരിച്ചങ്ങോട്ടാണ് പറഞ്ഞല്ലേ. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പല സാഹചര്യങ്ങളും പല ഫ്രണ്ട്സും പല വഴിക്ക് പോയി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ പൊട്ടി കരഞ്ഞു പോയിടുന്നു പറഞ്ഞിട്ട് നീ കരഞ്ഞ് കാണുന്നു കരയെന്ന് പറഞ്ഞ് നിൽക്കുന്നവള്. പക്ഷെ അവൾക്കും ഇതാണ് ഭയങ്കര സന്തോഷം. അവള് പറയുന്നത് ഓ എനിക്ക് കല്യാണത്തിന് നീ ഉറപ്പായിട്ടും വരണം, എനിക്ക് സെലിബ്രിറ്റി ഫ്രണ്ട് ഉണ്ടെന്ന് പറയാൻ. ഞാൻ പറഞ്ഞു എല്ലാവരെയും ചില ഫ്രണ്ട്സ് എന്റെ കാണുന്നവർക്ക് മുന്നേ വിളിക്കാൻ പണ്ട് തൊട്ട് മിന്നവർക്ക് വിളിക്കാൻ മടിയാ. ഞാൻ മിണ്ടുവോ, ഞാൻ ഇങ്ങനെ ആയില്ലേ, അങ്ങനെ ഒരു ഇതാ. കാരണം യൂട്യൂബ് തുടങ്ങി സെലിബ്രിറ്റി എന്നുള്ള ഒരു ഇതാ എല്ലാവരും മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ. അവൾക്കത് മനസ്സിലായി. അവൾക്ക് നല്ല ഒത്തിരി പേര് ഇതിന് മുന്നേ വന്ന് വിളിച്ചവർക്കൊക്കെ ഒത്തിരി എന്റെ ഫ്രണ്ട്സിന് മനസ്സിലായിരുന്നു. പഴയ കുഞ്ചു തന്നെയാണ്, പഴയ സുകന്യ തന്നെയാണ് ഇപ്പോഴത്തെ സുകന്യാണ്. കാരണം കുഞ്ചു എന്നുള്ള പേരൊക്കെ വന്നിട്ട് 6 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ. അതിന് മുന്നേ സുകന്യ തന്നെ, എന്നെ സുഗു എന്നായിരുന്നല്ലോ വിളിച്ചിട്ട്. അപ്പം അവിടെ ചേച്ചിയുടെ കല്യാണത്തിനാണ് പോകുന്നത്. എൻ്റെ ചേച്ചി തന്നെ ചേച്ചിയുടെ കല്യാണത്തിനാണ് പോകുന്നത്. നമ്മള് ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പൊ 2 പേർക്കും എല്ലാവരും വിശ്വസ് നേരണം. നമ്മുടെ ഫാമിലിയുടെ പ്രാർത്ഥന അവരെ ദാമ്പത്യ ജീവിതത്തിൽ വേണം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആരെയൊക്കെ കാണും എടുക്കുമെന്നൊക്കെ കാണാം. കുറേ വർഷമായി. 2നെ മാനേജ് ചെയ്തിരിക്കാനും പാടാം. 2 പിള്ളേരായി. എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്, കല്യാണം കഴിഞ്ഞവരും ഉണ്ട്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ അവരെ ആരൊക്കെ കാണാൻ നോക്കാം. അമ്മയുടെ ഫ്രണ്ട്സിനെ എല്ലാരും കാണിച്ചു തരാന്ന് പറ. അമ്മയുടെ കൂട്ടുകാരെ എല്ലാരും കാണിച്ചു തരാന്ന് പറ. ആമി അമ്മയുടെ കൂട്ടുകാരിയാണോ? ആണോ? ആമിയുടെ കൂട്ടുകാരി ആരാ? അമ്മയുടെ കൂട്ടുകാരി ആരാ? അമ്മയുടെ കൂട്ടുകാരി ആമീനെ ഇട്ടിട്ട് പോയില്ലേ? പോയല്ലോ. വാപിച്ചിട്ട് പോയില്ലേ? കാണിച്ചു തരുമോ നിങ്ങളെ കല്യാണക്കുറി?
സൂപ്പറേ. ചേച്ചി മേളി ഇരുന്ന് ചേച്ചീനെ ചേട്ടൻ്റെ അടുത്തുണ്ടോന്നല്ലേ? ഇനിയുണ്ടോ? ഞാൻ കേട്ടോ ഒരു വെഡിങ് കാർഡ്, നല്ല കാർഡാ. അവര് നോക്കുന്നുണ്ട്, കടിച്ചെന്നെ പിടിച്ചു വെച്ചേക്കോ. അപ്പൊ അരിപ്പ് കൂട്ടി കൊടുക്ക. ചോറ് ചോറ് നല്ല ഉച്ചിരി ചോറ് എന്നൊക്കെ ഉണ്ടോ? നല്ല മോള് ചോറ്. എന്റെ കൊച്ചു പപ്പടം അല്ലാതെ ഇനി ഇവിടുന്ന് ഒന്നും തിന്നത്തില്ല. അമ്മ കഴിക്കട്ടെ? കഴിച്ചു നോക്കട്ടെ. നല്ല ചന്തമുണ്ടല്ലേ. കല്യാണമൊക്കെ കഴിച്ച് ഇറങ്ങിയേ, കല്യാണമൊക്കെ കഴിഞ്ഞിറങ്ങിയേ, ഫുഡ് കഴിച്ചിറങ്ങിയെന്നാ പറഞ്ഞത്. എന്റെ മോനേന്ന് പറഞ്ഞ ഒരാളെ എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറി കേട്ടോ, എല്ലാം എടുത്ത് മാറിയിട്ടുണ്ട്. എന്റെ അമ്മ ആവിച്ച് പുള്ളി ആയിപ്പോയി കേട്ടോ. വാ നമുക്ക് ചേച്ചിയുടെ മടിയല്ലേ ഇരിക്കുന്നേ. ഇരിക്കുന്നില്ല അവളെ, എന്നെ ചെയ്യണം. അവളോട് ചോദിക്കും ചേച്ചിയുടെ മടി ഇരിക്കാന്ന്. താങ്ക് യു. അവളോട് ചോദിക്കും ചേച്ചിയുടെ മടി ഇരിക്കാവോ മോളെ. നമുക്ക് ടാറ്റ പോന്ന. അവള് വലിയ പഠിച്ചു. എന്റെ പെട്ടി എടുത്തോണ്ട് എവിടെ പോവാ? കുഞ്ചിയുടെ പെട്ടി എടുക്കുവോ? കുഞ്ഞിന്റെ പെട്ടി എടുത്ത് അടി അടി. ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കിയ മോനെ. മോനെ ഇൻഡിക്കേറ്റർ അല്ല, ഇൻഡിക്കേറ്റർ ഓണാക്കിയല്ലേ മോനെ? മോനെ മറ്റേ വൈപ്പർ ഒന്ന് ഓണാക്കിയ മോനെ. അമ്മിക്കുട്ട അല്ല ചേച്ചിക്കുട്ട, വൈപ്പർ ഒന്ന് ഓണാക്കി. ചൂച്ചു ഒന്ന് വെക്കുന്ന വൈപ്പർ. അയ്യോ വൈപ്പർ ഒന്ന് ഓണാക്കി. വൈപ്പറേ എവിടെ സാറ് വൈപ്പർ ഒന്ന് ഓണാക്കണം. വൈപ്പറ് അടുത്ത കയറിപ്പോന്നുണ്ട്. അപ്പൊ ചെറു മണ്ടിക്കോട്ട് രണ്ടും കയറിയിട്ടുണ്ട്. മിടുക്കി. അവിടാണോ ഓണാക്കിയേ? വൈപ്പർ കണ്ടോ? ഇവിടെ പോയി പിടിച്ച് ഞാൻ കണ്ടില്ല. എന്ത് ഇങ്ങനെ? ഓ മച്ചിലുള്ള ഉണ്ടായില്ലേ ഇടുന്നേ. കണ്ടോ ഓ ഇവള് പഠിച്ചു ഡ്രൈവിങ് പഠിച്ച്. വണ്ടി ഓടിക്കുമ്പോ ചേട്ടൻ അങ്ങോട്ട് നോക്കുവല്ലേ മോനെ? തുന്തിരി അമ്മ ചേച്ചിയുടെ പൊന്നെ. തുന്തിരി അമ്മ ചേച്ചിയുടെ പൊന്നെ. അപ്പൊ കൂട്ടം വാവാവോന്ന് വെക്ക്. വേനിപ്പിച്ചാണ് ഓർക്കുന്നേ. എല്ലാരും ഉറങ്ങിപ്പോയി കേട്ടോ. 3 പേര് ഉറങ്ങിപ്പോയേ.
അതാണ്ട് അച്ഛൻ ഫുഡ് കൊണ്ടുവന്ന അമ്മയുടെ. ഇന്നലെ അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മുങ്ങി കേട്ടോ. ഞാനും കുഞ്ചൂസും ദൂരെയാണ്. ഞങ്ങൾ ഇന്നലെ വണ്ടിയിലായിരുന്നു സ്റ്റേ കേട്ടോ. ഒരാളത് ഇവിടെ കിടപ്പുണ്ട്, കാണാവൂ. വർക്ക് വേണ്ട കേട്ടോ. അപ്പൊ ഞങ്ങള് പുറകിലാണ്, ഞങ്ങൾ രണ്ടുപേരോടെ ഈ പുറകിലെ സീറ്റിലാണ് കേട്ടോ കിടന്നത്. ഇവിടെയാണ് കിടന്നത്. അപ്പൊ ഞങ്ങള് ഇന്നലെ നൈറ്റ് രാഹുൽ ചേട്ടായും ചേച്ചിയും വന്നിട്ടുണ്ട് അവിടെ. കാരണം ഒറ്റയ്ക്ക് ഇട്ടിട്ട് അച്ഛക്ക് ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിറ്റാമ്മയ്ക്കും ചെറിയൊരു വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇടിയിപ്പിച്ചിട്ടാണ് ചിറ്റാമ്മനെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അവരേക്കും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങ് രാത്രി തന്നെ ഇങ്ങ് മുങ്ങി കേട്ടോ. അവിടുന്ന് എത്ര മണിയായി? 11 മണിയായെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 1:30 1:30 പിന്നെ ഞങ്ങൾ ഉറങ്ങി കേട്ടോ. പുറകെ കിടന്ന് നല്ലപോലെ ഉറങ്ങി. ഇപ്പൊ 6:18 രാവിലെ. അപ്പൊ ഞങ്ങള് ഇങ്ങ് ദൂരെയാണ്. അപ്പൊ ഇവിടെ കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം രാവിലെ എണീറ്റിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാന്ന് വെച്ചാണ്. വിശക്കുന്നതിനോട് കണ്ണടച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കടയുടെ പരിപാടി ഏകദേശം ഒരു 70% ഇന്റീരിയറിന്റെ പരിപാടി എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പം കുഞ്ചു നല്ല ഉറക്കമാണ്, വലിയ ഉറക്കമല്ല. കുഞ്ചു കാലുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. അപ്പം ഉറക്കമൊന്നും അത്ര റെഡി ആയിട്ടില്ല. വണ്ടിക്ക് അത് തന്നെ കിടന്നുകൊണ്ട് അത്ര കംഫർട്ടബിൾ. കാലൊന്നും അങ്ങ് നീട്ടി വെക്കാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് നല്ലപോലെ കിടന്ന് ഉറങ്ങി കേട്ടോ. അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണാം കേട്ടോ. അതുപോലെ കുഞ്ചൂസിന്റെ കൂട്ടുകാരായിട്ട് ചേച്ചിയുടെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് ഒത്തിരി ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിത്തിരി വൈകിപ്പോയായിരുന്നു. കടയുടെ പണിയും എല്ലാം ആയിട്ട് ഇങ്ങനെ വൈകിപ്പോയായിരുന്നു. പിന്നെ കിണർ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിന്റെ അപ്ഡേഷൻ ഉടനെ കാണിക്കാം കേട്ടോ. യെസ്, അപ്പൊ എല്ലാവർക്കും ടാറ്റാ.